ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 22, ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ. ഗണിതശാസ്ത്ര പിതാവായ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഡിസംബർ 22 ദേശീയ ഗണിത ദിനം ആഘോഷിക്കുന്നു. ക്ഷയരോഗം ബാധിച്ച് 32-ാം വയസ്സിൽ മരിക്കുന്നതിനു മുമ്പ് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും പൂർണ്ണമായി തെളിയിക്കാൻ കഴിയാത്ത 3500ഓളം ഗണിതശാസ്ത്ര സൂത്രവാക്യങ്ങൾ അദ്ദേഹം ഇതിനകം ലോകത്തിന് നൽകിയിരുന്നു. മാനവികതയുടെ വികാസത്തിന് ഗണിതശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനം ആഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിഹാസ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ ഗണിതശാസ്ത്ര വിശകലനം, സംഖ്യാസിദ്ധാന്തം, അനന്തമായ പരമ്പരകൾ, തുടർച്ചയായ ഭിന്നസംഖ്യകൾ എന്നിവയിൽ അസാധാരണമായ സംഭാവനകൾ നൽകി. 3900-ത്തിലധികം ഗണിതഫലങ്ങളും സമവാക്യങ്ങളും സമാഹരിക്കുന്നതു മുതൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കണ്ടെത്തലുകൾ വരെ ഗണിതശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ നിരവധി വാദങ്ങൾ ഗണിതശാസ്ത്ര ഗവേഷണത്തിൻ്റെ പുതിയ കാഴ്ചകൾ തുറന്നു. ഗണിതശാസ്ത്ര ലോകത്തിന് അസാധാരണമായ സംഭാവനകൾ നൽകിയ സ്വയം പഠിച്ച ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. എസ് രാമാനുജൻ അക്കാലത്തെ ഏറ്റവും സ്വാധീനിച്ച ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു. രാമാനുജൻ്റെ നേട്ടങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി മദ്രാസ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്നതിനിടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 2012 ഫെബ്രുവരി 26 പ്രഖ്യാപിച്ച 2012 ദേശീയ ഗണിത ദിനം ആദ്യമായി ആചരിച്ചത്. അതിനുശേഷം ഗണിതശാസ്ത്ര രംഗത്ത് രാമാനുജൻ്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിക്കുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ 22 ആചരിക്കുന്നു. സ്വയം പഠിപ്പിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മവാർഷികവും ഗണിതശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ഈ ദിവസം അടയാളപ്പെടുത്തുന്നു. 1887 ഡിസംബർ 22 മദ്രാസ് പ്രസിഡൻസിയിലെ ഈറോഡിലുള്ള ഒരു തമിഴ് ബ്രാഹ്മണ അയ്യങ്കർ കുടുംബത്തിലാണ് രാമാനുജൻ ജനിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you for watching. See you in another video. Assalamu alaikum.